ഡ്രസ്സിംഗ് റൂം സ്ലീപ്പിംഗ് റൂമാക്കി മാറ്റിയ നൂറയെയും അനുമോളെയും പൊക്കിക്കണ്ടാണ് കേട്ടോ അല്പസമയം മുമ്പ് ബിഗ് ബോസ് എത്തിയിരിക്കുന്നത്. ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് കേട്ട് കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി രണ്ടാളെയും പൊരിക്കാനായിട്ട് ഓടിയെത്തിയിട്ടുണ്ട്. അതിൽ ആദ്യം തന്നെ വന്നിരിക്കുന്ന ആദിലയാണ് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡ്രസ്സിംഗ് റൂമിലേക്ക് ആദ്യം അനുമോള് കയറിയിരുന്നു. അത് കഴിഞ്ഞ് നൂറ കയറി. പിന്നീട് നൂറ പുറത്തിറങ്ങിയിട്ട് ഒരു പില്ലോ എടുത്തിട്ട് വീണ്ടും ഡ്രസ്സിംഗ് റൂമിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. അത് കണ്ടപ്പോൾ ബിഗ് ബോസിന് മനസ്സിലായി ഉറങ്ങാനുള്ള പരിപാടിയാണെന്ന്. അതിപ്പോൾ വേണ്ട. ബിഗ് ബോസ് അപ്പോൾ തന്നെ അനൗൺസ് ചെയ്ത് ഡ്രസ്സിംഗ് റൂം ഉറങ്ങാനോ രഹസ്യങ്ങൾ പങ്കുവയ്ക്കാനോ ഉള്ള ഒരു ഇടമല്ലാന്ന്. ആ സമയത്ത് രണ്ടാളും കൂടി പുറത്ത് ചാടി ഇറങ്ങിയിട്ടോ. ക്യാപ്റ്റൻ ഇതൊന്നും നോക്കാൻ സമയമില്ലേ, ക്യാപ്റ്റൻ എവിടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ തന്നെ അതിലെ എങ്ങനെയൊക്കെയോ ചാടി ഓടി നേരെ വാഷിംഗ് ഏരിയയിലേക്ക് എത്തി. നിങ്ങൾ ഇവിടെ എന്താണ് കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു ഒച്ചപ്പാടും ബഹളമൊക്കെ ആയി. എന്നെ വെറുതെ ചീത്ത കേൾപ്പിക്കില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവിടെ വെച്ച് ആ ഒരു വിഷയം അവസാനിപ്പിച്ചു. അതേസമയം മറ്റാരെങ്കിലും അല്ലെങ്കിൽ വേണ്ട അനീഷോ അങ്ങനെ ആരെങ്കിലൊക്കെ ആണെങ്കിൽ ആദിലെ പൊരിച്ചാനെ ഇത് തൻ്റെ കൂട്ടുകാരിയും തൻ്റെ പാർട്ട്ണറും ആയതുകൊണ്ട് മാത്രം ആദിൽ അങ്ങോട്ട് ക്ഷമിച്ചു. എന്നെ ചീത്ത കേൾപ്പിക്കല്ല കേട്ടോ, മതി നിർത്ത്, നിങ്ങൾ ഇവിടെ ഇരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാളും പറഞ്ഞു വിട്ടു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഉറങ്ങിയില്ല, ഈ ബിഗ് ബോസ് വെറുതെ പറയണതാണ്, ഞങ്ങൾ ബാത്റൂം ടീമാണ്. ഡ്യൂട്ടിക്ക് ആളെടുത്തപ്പോൾ തന്നെ ആദിലെ ഫേവറിസം കാണിച്ചിട്ടുണ്ട്. ആദിലയുടെ പാർട്ട്ണറായ നൂറയ്ക്കും ബെസ്റ്റ് ഫ്രണ്ടായ അനുമോൾക്കും ബാത്റൂം ഡ്യൂട്ടിയാണ് കൊടുത്തത്. ബാത്റൂമിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. അത്തരത്തിൽ തന്നെയാണ് അവർ ക്ലീൻ ചെയ്യുന്നത്, എപ്പോഴെങ്കിലൊക്കെയാണ് ക്ലീൻ ചെയ്യുന്നത്. അല്ലാണ്ട് ഇന്ന ടൈമിൽ തന്നെ മുമ്പ് രാവിലെ ഉച്ചക്ക് വൈകുന്നേരം എന്നൊക്കെ പറഞ്ഞ പോലെ ഒന്നും ഇല്ല. ഇപ്പോൾ ഒരു നേരം മാത്രമേ ക്ലീൻ ആക്കുന്നുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ബാത്റൂം ടീമിലേക്ക് അതിലിട്ട് തീർക്കാൻ അങ്ങോട്ട് സൗകര്യമായി. മറ്റുള്ളവരൊക്കെ വിചാരിക്കുക അവർ ബാത്റൂം ക്ലീൻ ചെയ്യാൻ പോയേക്കാണത്. ഡ്രസ്സിംഗ് റൂമിന് ഉള്ളിൽ കിടന്ന് സൊറപറച്ചിലും കിടത്ത് ഉറക്കമൊക്കെയാണ്. അപ്പോൾ കിടക്കുമ്പോൾ തല അങ്ങോട്ട് വേദനിക്കുന്നു. അപ്പോൾ ഒരു പില്ല് എടുക്കാൻ വേണ്ടിയിട്ട് നൂറ് വന്നതാണ്. ബിഗ് ബോസ് അത് കൈയോടെ പൊക്കുകയും ചെയ്തു. ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ വെറുതെ വർത്താനം പറയാനൊന്നും വന്നതല്ല, ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന്. അത് ഇനി ഡ്രസ്സിംഗ് റൂമിലേക്ക് ആരും കൂട്ടമായിട്ട് കയറാൻ പാടില്ല, ഓരോരുത്തരായിട്ട് മാത്രമേ കയറാൻ പാടുള്ളൂ എന്നുള്ളൊരു കർശനമായിട്ടുള്ള തീരുമാനം അറിയിച്ചിരിക്കുകയാണ് ബിഗ് ബോസ്. അഥവാ മറ്റാരെങ്കിലും കൂടെ അങ്ങനെ ഒരുമിച്ച് കയറണമെങ്കിൽ ബിഗ് ബോസ് നല്ല പണിഷ്മെന്റ് വരും. അങ്ങനെ രാവിലെ തന്നെ ലൈവിൽ പണി വാങ്ങിക്കൊണ്ടാണ് രണ്ടാളും വന്നിരിക്കുന്നത്. ആ അല്പസമയത്തിനുള്ള ഡെയിലി ടാസ്ക് വരുന്നുണ്ട്. ഡെയിലി ടാസ്കിൽ റോസ്റ്റിംഗ് ആണ് വിഷയം. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്, കാത്തിരുന്ന് തന്നെ കാണാം. അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.